أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഒരിക്കലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന പരിശുദ്ധമായ വേദിയിൽ ഒത്തുകൂടാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇനിയും ഒരുപാട് കാലം പുണ്യ നബിയുടെ മദ്ഹ് പറയാനും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അവിടുത്തെ ഓർത്ത് അവിടുത്തെ സ്നേഹിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി അവിടുത്തെ തിരുമുഖം കണ്ടുകൊണ്ട് മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാട് റബീഉൽ അവ്വലുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ചൊരു സഹോദരൻ ഒരു പ്രത്യേക മുറാദ് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അള്ളാഹു ഖൈറായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. റബീഉൽ അവ്വൽ വിട പറയുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ ഒരു അവസരം കൂടി നമുക്ക് അള്ളാഹു ഈ ആയുസ്സിൽ തന്നു. ഇനി അടുത്ത റബീഉൽ അവ്വലിൽ ആരാണ് എന്താണെന്നറിയില്ല. ഇതൊരു ഭംഗിവാക്ക് പോലെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അറിയുന്ന കുറെ മുഖങ്ങൾ സത്യത്തിലില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന പോലെ നമ്മുടെ ബനിയാസിലെ ഗഫൂർ ഖാൻ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, നമ്മളെ അബ്ദുള്ളാജിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നമ്മളെ ഈ സദസ്സിന്റെ ബർക്കത്ത് അവരെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളും നാളെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ഇതുപോലത്തെ മജ്‌ലിസുകൾ മക്കളുടെ ദുആ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ
പുണ്യ റബീഉൽ അവ്വൽ ഇവിടെ പറയുമ്പോൾ പ്രത്യേകമായും പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ കൂടുതൽ അറിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടുത്തെ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹിക്കാൻ ആരെങ്കിലും മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയാൻ ശ്രമിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അറിയുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചരിത്ര പുരുഷനായി കൊണ്ടാടുക എന്നതല്ല. അവിടുത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളും പഠിക്കാനും പകർത്താനും ശ്രമിക്കുക. അപ്പോൾ അവിടുത്തെ നാം സ്നേഹിച്ചു പോകും. സ്നേഹം എന്നത് ഒരിക്കലും നാം നിർബന്ധിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല, സ്നേഹം വന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ ലോകത്തെത്തിയ പല ആളുകൾക്കും ബുദ്ധിഭ്രംശം വരെ സംഭവിച്ചു പോകുന്ന ആളുകൾ. അവരോട് ദീനിൽ തക്ലീഫില്ല എന്നാണ്. അതുകൊണ്ടാണ് ചില ഔലിയാക്കളൊക്കെ പറ്റി ചില ആളുകൾ പറയും, ആള് നിസ്കരിക്കില്ലല്ലോ. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലോ. ചില ആളുകൾ അങ്ങനെ അള്ളാഹുമായുള്ള സ്നേഹം, പ്രേമം, ഇഷ്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം, ഇതൊക്കെ കൂടിയിട്ട് ചില ആളുകൾ സുന്നത്തിനെതിരെ എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യം. സുന്നത്ത് എന്ന് ഞാൻ പറഞ്ഞത് ഉദാഹരണമായി ഒരു സഹാബി ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ ലാ അറാ ബഅദ ഹബീബി മുഹമ്മദിൻ അഹദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ എന്റെ നബിയെ കാണാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്ത ആ കണ്ണ് ഇനി എനിക്ക് വേറൊരാളെ ഇതുകൊണ്ട് കാണണ്ട. എന്റെ നബിയെ കണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി എനിക്ക് ആരും കാണണ്ട. ഈ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു ഒരു സഹാബി. സത്യത്തിൽ കണ്ണ് പൊട്ടാൻ വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ സ്നേഹം കൂടിയാൽ അതും അതിലപ്പുറവും സംഭവിക്കും. യഥാർത്ഥത്തിൽ മദീനയിൽ മരിക്കുക എന്നതാണ് സുന്നത്ത്. മരിക്കുക എന്ന് പറഞ്ഞാൽ മദീനയിൽ മരണം സംഭവിക്കാനും അവിടെ മറവ് ചെയ്ത് കിടക്കാനും കൊതിക്കുന്നത് നല്ലതാണ്. മനിസ്തതാ മിൻകും അൻ യമൂത ഫിൽ മദീനത്തി ഫൽ യമൂത്ത് ബിൽ മദീന ഫൽ യമൂത്ത് എന്നതിന്റെ ഓർമ്മ ഹദീസ്. എന്തായാലും അതിന്റെ ആശയം ഇങ്ങനെയാണ്, ഫൽ യഫ്അൽ എന്നാണ്. ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മരണം മദീനയിലാവാൻ ആഗ്രഹിച്ചു കൊള്ളട്ടെ എന്നാണ്. ഉമർ റളിയല്ലാഹു അങ്ങനെ ദുആ ചെയ്തിരുന്നു എന്നാണല്ലോ. ഷഹാദത്ത് വേണം, എനിക്ക് അള്ളാഹുവിന്റെ മറന്ന് രക്തസാക്ഷിത്വവും വേണം, മദീനയിൽ മരിക്കും വേണം. ഉമർ റളിയല്ലാഹുവിന് രണ്ടും അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. എന്നാൽ മദീനയിൽ നിൽക്കുന്നതിന് പകരം ബിലാൽ റളിയല്ലാഹു ചെയ്തത് ഷാമിലേക്ക് പോവുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ്. കഴിയുമെങ്കിൽ മദീനയിൽ നിൽക്കലായിരുന്നല്ലോ ഭംഗി. പക്ഷെ മദീന വിട്ടുപോകാൻ കാരണം പുണ്യ നബി ഇല്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം വല്ലാത്തൊരു അത്ഭുതമാണ്. ആ സ്നേഹം ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ ഉപദേശിക്കാൻ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ അവിടത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആ സ്നേഹം ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ തിരു സാന്നിധ്യത്തിൽ നിന്ന് അകലാൻ കഴിയില്ല മനുഷ്യന്. അവിടുത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ചെയ്തത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കും. അവിടുന്ന് ചെയ്ത അതേപോലെ ചെയ്യണം എന്നുള്ളത് കൊതിക്കും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹപ്രകടനം. മുത്തബിയു സുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും ഇരുന്നതായി വിവരം കിട്ടിയാൽ അവിടെ പോയിരിക്കുന്നതാണ്. അവിടുന്ന് ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിച്ചതായി വിവരം കിട്ടിയാൽ ഒരാവശ്യമില്ലെങ്കിലും ആ വഴിയിലൂടെ സഞ്ചരിക്കും. അത് പൂർണ്ണമായ പിൻപറ്റൽ എന്ന നിലക്കാണെന്നാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടാകും. അഥവാ ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വേണ്ടപ്പെട്ടവരുടെ നിര്യാണത്തിന് ശേഷം ഇനി ആരെങ്കിലും അഭയം കിട്ടുമെന്ന് കരുതി തന്റെ കുടുംബക്കാരുടെ നാടായ ത്വായിഫിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കുവിളികളും കല്ലേറുകളുമായി അവിടെയുള്ള ആളുകൾ സ്വീകരിച്ചപ്പോ എന്നല്ല അവിടത്തെ പ്രയാസപ്പെടുത്തിയപ്പോ കൂടെ ഉണ്ടായിരുന്നത് ഈ സെയ്ദ് എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, വളരെ ചെറുപ്പത്തിൽ അവരുടെ ഉമ്മയുടെ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോയതാ. അങ്ങനെ പോയ സമയത്ത്
ഒരു യുദ്ധം നടന്നു. പഴയ കാലത്ത് അറബികൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നല്ലോ, ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കും. അങ്ങനെ ഉമ്മയുടെ ഗോത്രത്തെ മറ്റു ഗോത്രക്കാർ ആക്രമിച്ചപ്പോ അതിൽ ഈ കുട്ടി ബന്ദിയായി പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉക്കാദ് ചന്തയിൽ അടിമയാക്കി വിറ്റു. അടിമയാക്കി വിറ്റപ്പോ ഹക്കീം ബിൻ ഹിസാം ഖദീജ അവർ വില കൊടുത്ത് വാങ്ങി 400 ദിർഹമിന് വാങ്ങിയിട്ട് തന്റെ അമ്മായിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹു സലാം പറഞ്ഞയച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഉമ്മയെ അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീനൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. ആ മഹബത്ത് അള്ളാഹു നമ്മളെ കൽബിലൊക്കെ തരട്ടെ. അങ്ങനെ ഉക്കാദ് ചന്തയിൽ നിന്ന് കിട്ടിയ ഈ കുട്ടിയെ ഖദീജ ബീവിക്ക് സമ്മാനമായിട്ട് കൊടുത്തു ഹക്കീം ബിൻ ഹിസാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാം വയസ്സിൽ ഖദീജ ബീവിക്ക് 40 വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും തമ്മിലുള്ള വളരെ പവിത്രമായ ബന്ധം തുടങ്ങിയപ്പോ സമ്മാനമായിട്ട് സെയ്ദ് ബിൻ ഹാരിസയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഖദീജ ബീവി കൊടുത്തു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത് നുബുവത്തിന്റെ മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ വെച്ച്, അന്നും ഹജ്ജ് ഉണ്ടല്ലോ, അറബികൾക്ക് അന്നും ഹജ്ജ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇസ്ലാമിലെ ഹജ്ജിന്റെ അതേ രീതിയിലായിക്കൊള്ളണമെന്നില്ല. കഅബ തവാഫ് ചെയ്യലും ഹജ്ജും, കാരണം ഇബ്രാഹിമി മില്ലത്താണല്ലോ, അതൊക്കെ അന്നും അറബികൾക്ക് ഉണ്ടായിരുന്നു. ഹജ്ജ് വേളയിൽ ഒത്തുചേരലും ഹാജിമാരെ ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ വളരെ പുണ്യമുള്ള കർമ്മമായി പഴയ കാലത്ത് അറബികൾ കണ്ടിരുന്നു. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ ഈ സെയ്ദ് ബിൻ ഹാരിസയുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഈ കുട്ടിയെ കണ്ടു, സെയ്ദ് ബിൻ ഹാരിസയെ കണ്ടു. അങ്ങനെ ഇവരുടെ ഉപ്പക്ക് വിവരം കൊടുത്തു. അങ്ങനെ ഉപ്പയുടെ സഹോദരനും കൂടി തെരഞ്ഞു വരികയാണ്. വന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ്, മുഹമ്മദ് ബിൻ അബ്ദില്ലയാണ്, റസൂലുള്ള എന്ന് പുറത്ത് കുന്തു നബിയ്യൻ വആദമു ബൈനൽ മാഇ വത്തീൻ, ആദം നബി മണ്ണിന്റെയും വെള്ളത്തിന്റെ ഇടയിലാവുമ്പോഴും ഞാൻ എന്തായിരുന്നു, നബിയായിരുന്നു എന്ന വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി റസൂലായി നമ്മുടെ മുമ്പിലേക്ക് ദേവത്വമായി ഇറങ്ങി എന്നുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ആ സമയത്ത് ആളുകൾ പറഞ്ഞു ഇവരുടെ അടുത്ത് പോയി നോക്കാൻ. അങ്ങനെ ഉപ്പയും എളാപ്പയും കൂടി ഉപ്പയുടെ സഹോദരനും കൂടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം, അതുകൊണ്ട് എന്ത് പ്രായശ്ചിത്തവും എന്ത് മോചനദ്രവ്യവും തരാം, ഞങ്ങളുടെ മകനെ വിട്ടുതരണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വിരോധമില്ല, സെയ്ദിന് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ. സെയ്ദ് പറയുന്നത് നിങ്ങളുടെ കൂടെ വരാനാണെങ്കിൽ വന്നുകൊള്ളട്ടെ, ഒരു മോചനദ്രവ്യവും തരേണ്ട ആവശ്യമില്ല. അല്ല, സെയ്ദിന്റെ ഇഷ്ടം എന്റെ കൂടെ നിൽക്കലാണെങ്കിൽ അതും അവൻ തെരഞ്ഞെടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സെയ്ദിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു. അറിയാം, ഒന്ന് എന്റെ ഉപ്പയും മറ്റേത് ഉപ്പയുടെ സഹോദരനുമാണെന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരുന്നു, 2 ചോയ്സ് തരുന്നു, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. ഒന്നുകിൽ എന്റെ കൂടെ നിൽക്കാമല്ലേ ഇവരെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, മാ അന ബില്ലദി അഖ്താറു അലൈക അഹദൻ അൻത മിന്നി ബിമകാനിൽ അബി വൽ ഉമ്മി. ഞാന് നബിയെ അങ്ങേക്കാൾ ഞാൻ ആരെയും തെരഞ്ഞെടുക്കൂല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത മിന്നി ബിമകാനിൽ അബി വൽ ഉമ്മി, എന്റെ ഉപ്പയല്ല, എന്റെ എളാപ്പയല്ല, എന്റെ ആര് വന്നാലും ശരി, അൻത മിന്നി ബിമകാനിൽ അബി വൽ ഉമ്മി. നബിയാവുന്നതിന് മുമ്പാണ്, അങ്ങ് എന്റെ ഉമ്മയും ഉപ്പയും എല്ലാം അങ്ങാണ് നബിയെ. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പാടിയാലോ, അന്ത ഉമ്മുൻ അം അബൂം മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ മുത്വഹി വൽ ഹബീബിൽ അറബി. ഈ മറുപടി കേട്ടപ്പോ ഉപ്പക്കും കൂടെ വന്ന ഉപ്പയുടെ സഹോദരനും അത്ഭുതമായി എന്നാണ്. അവര് പറഞ്ഞു, വൈഹക് യാ സയ്യിദ് അതഖ്താറുൽ ഉബൂദിയ്യത അലൽ ഹുർരിയ്യ വഅലാ അബീക വഅമ്മിക വഅഹ്ലി ബൈതിക. നിന്റെ കുടുംബവും നിന്റെ വീട്ടുകാരും നിന്റെ ഉപ്പയും നിന്റെ എളാപ്പയും അവരെക്കാളൊക്കെ ഈ അടിമത്തമാണോ നീ തെരഞ്ഞെടുക്കുന്നത് ഈ മുഹമ്മദിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവരുടെ ഭാഷയിൽ
അവരുടെ കൂടെയുള്ള അടിമത്തമാണോ, അടിമയായി കഴിയുന്നതാണോ നീ തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ മുമ്പ് ഒരു കേവല മനുഷ്യനായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, നഅം ഇന്നി ഖദ് റഅയ്തു മിൻ ഹാദർ റജുലി ശൈഅൻ മാ അന ബില്ലദി അഖ്താറു അലൈഹി അഹദൻ അബദ. ഈ മനുഷ്യനിൽ ഞാനൊരു പ്രത്യേകത കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് ഞാൻ ഇനി മറ്റൊന്നും ഞാൻ തെരഞ്ഞെടുക്കൂല. ഇത് പറയുന്നത് സ്വന്തം ഉപ്പയോടാണ്. ഒരു കുട്ടി ചെറുപ്പത്തിൽ അടിമയായി പിടിക്കപ്പെട്ട് വില കൊടുത്ത് വാങ്ങി വേറൊരാളെടുത്ത് കയ്യിലെത്തിപ്പെട്ട സത്യത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഭാഗ്യവാനാണല്ലോ. സെയ്ദ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിന്ന് ബാക്കിയുള്ളവരാൾ തട്ടിയെടുക്കപ്പെട്ട് എത്തിപ്പെട്ടത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ആത്മാവിന്റെ പിതാവിന്റെ അടുത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ മുസ്ലിം ആയിട്ടുണ്ട്. ഖദീജ ബീവി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഒക്കെ ആ തുടക്കത്തിൽ മുസ്ലിം ആയവരിൽ പ്രമുഖനാണ്. അല്ലാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയെന്ന ഉമ്മു ഐമൻ എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിലുണ്ടായ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ബൈത്തുൽ മാലിൽ നിന്ന് മുതലിങ്ങനെ ഓഹരി വെക്കുകയാണ്. അപ്പോ സ്വത്ത് ഉസാമ റളിയല്ലാഹു അൻഹു നല്ല പടയാളിയായിരുന്നു. സ്വത്ത് ഓഹരി വെക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തതിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ആർക്ക് കൊടുത്തു? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടുത്തു. അപ്പൊ സ്വന്തം മകനാണെങ്കിലും എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം ഖലീഫയോട് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരം ഉണ്ടായിരുന്ന ഖിലാഫത്താണ് ഉമർ റളിയല്ലാഹു അൻഹു. മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒബ്ജക്ഷൻ പറഞ്ഞു. അത് ശരിയായില്ലല്ലോ എന്നതിലൊക്കെ ചോദിച്ചു, എന്താണ് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി, ഇന്നഹു കാന ഹബ്ബ ഇലാ റസൂലില്ലാഹി മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു ആരെ? ഉസാമയെ. വ ഇന്ന അബാഹു കാന ഹബ്ബ ഇലാ റസൂലില്ലാഹി മിൻ അബീക്. നിന്നെക്കാളും പുണ്യനബിക്ക് ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയായിരുന്നു. എന്നെക്കാളും പുണ്യനബിക്ക് ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയുടെ ഉപ്പയായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ വലിയ താരപരിവേഷമുള്ള ആൾക്കാരെ മക്കളും ഭാര്യ ആരാണ്, അതെ ആരെ കല്യാണം കഴിക്കണം, അതിലുണ്ടായ കുട്ടി ആരാണ്, ആ കുട്ടി ഇപ്പൊ എന്താ പണി, ആ കുട്ടി ഇപ്പൊ എവിടെയാണ്, ഇതൊക്കെ നമ്മളെ പത്രങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ബന്ധം. തലമുറകൾ മാറി മറിയുമ്പോൾ ഇത് മറ്റേ ആളെ മോനാന്ന് പറയുമ്പോൾ ഇത് ആരാണെന്ന് കൂടി മനസ്സിലാക്കണം. നല്ല പരമ്പര വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ ആദരിക്കണം. അല്ലാത്തതൊന്നും നമുക്ക് എന്തല്ല. അതായത് ഒരു ടീം തോറ്റാല് സങ്കടപ്പെടുന്ന വാപ്പയും മോനും ഉണ്ടാവരുത്. ഒരു വക്ത് നിസ്കാരം കഥായന്റെ പേരിൽ ഉമ്മി വാപ്പി മക്കളും ഒന്നിച്ചിട്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ വരണം, എന്നാൽ കുടുംബം നന്നാവും. ഒരു വക്ത് നിസ്കാരം കഥായന്റെ പേരിൽ ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ഇതൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളല്ലേ ചെറുപ്പത്തിൽ, ഇതൊക്കെ മക്കളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. ശരിക്കും മക്കളെ സ്വാധീനിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇങ്ങനെ ഓരോ പേരൊക്കെ എഴുതി ജേഴ്സി നമ്പറൊക്കെ ഇട്ടിട്ട് മക്കൾ നിസ്കരിക്കാൻ പറ്റും. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കണത്? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നല്ല കുട്ടികളാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം നഫ്സിനേക്കാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. കാരണം സ്വന്തം മോനേക്കാളും പ്രിഫറൻസ് കൊടുക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നെക്കാളും പുണ്യ നബിക്ക് ഇഷ്ടം എന്റെ ഉപ്പാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ മുത്തബീസിന്റെ ഉപ്പാന്റെ കാരണം കിട്ടിയാൽ മതി, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബീ സുന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള നമ്മളെ ഒരു ഹീറോ എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹീറോ ഞാൻ ആ അർത്ഥത്തിലല്ല പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവണം നമ്മുടെ റോൾ മോഡൽ. നമുക്ക് അനുധാവനം ചെയ്യാൻ പൂർണ്ണമായി പറ്റുണ്ടോ ഇല്ലല്ലോ, ശ്രമിക്കുക നമ്മൾ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം നമുക്ക് ഉണ്ടാവും. അള്ളാഹു തരട്ടെ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. സിറാജ് മുനീർ എന്നല്ല അള്ളാഹ് പറഞ്ഞു. എത്ര വെളിച്ചം കൊടുത്തിരുത്താലും ഈ വെളിച്ചത്തിനൊട്ട് ഒരു കുറവ് വരൂല. അതാണ് ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത.
ഒരിക്കലും കെടാത്ത വിളക്കിൽ നിന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കും. ഒരിക്കലും തളരാത്ത ആളുന്ന ധൈര്യം ഏറ്റുവാങ്ങേണ്ടത്. ഒരാളെ കൂടെ നമ്മളിങ്ങനെ നടന്നു നല്ല ധൈര്യത്തിൽ, പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അയാൾ വിറക്കാൻ തുടങ്ങി, നമ്മളെ ധൈര്യം ഫുള്ള് ചോർന്നാവൂലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ പറ്റും. യുദ്ധത്തിൽ സഹാബത്തൊക്കെ പേടിച്ചിട്ട് എവിടുക്ക പോവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പറയുന്നത് അന നബിയും ലാ കദീബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്താ? ഞാൻ നബിയാണ്, നോണല്ല ഈ പറയണത്. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ആദ്യത്തുള്ള നല്ല ധൈര്യമുള്ള നല്ല കുലീനതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നതാണ്. അപ്പൊ അണികൾക്കത് ധൈര്യമാണ്. ഹിജ്റ പോകുമ്പോ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിൽ കലാപം ഉണ്ടാകുമ്പോ ഭരണാധികാരി എന്താ ചെയ്യല്? മുമ്പ് ആദ്യം വേറെ എവിടേക്കെങ്കിലും പോയിട്ട് അവിടുന്ന് പിന്നെ പത്രസമ്മേളനം നടത്തല്ലേ, ടിവിയിൽ സംസാരിക്കും. ഇതെല്ലാവരും പറഞ്ഞിട്ട് അവസാനം ഷാഹത്തിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് പോയി. അണികളൊക്കെ പറഞ്ഞിട്ടാ നേതാവ് പോയി. അതാണ് യഥാർത്ഥ നേതാവ്. അതാണ്. ഈ ആൾക്കാരൊന്നും നമ്മളെ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യൂല? സഹായിക്കാൻ വരില്ല. ഇന്ന് സഹായിക്കാൻ വരും ആര്? അവർക്ക് സ്നേഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചാണ്, സൂര്യനാണ്, ചന്ദ്രനാണെന്നൊക്കെ പറയുന്നത് അല്ലേ? സാധാരണ കവിതകളിൽ ആലങ്കാരികമായിട്ട് പറയില്ല. ഞാൻ മുമ്പ് പറഞ്ഞേക്കണമെന്നറിയില്ല. ഒരാള് പറഞ്ഞു, അയാള് മൗലൂദിന് അനുകൂലമായിട്ട് ഇങ്ങനെ വാദിക്കാനാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ന ബൈത്തൻ അന്ത സാക്കിനു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന് പറഞ്ഞത് ഒരു ഹൈന്ദവനായ ഒരു കവി എന്നോട് പറഞ്ഞു. എന്താ ഇപ്പൊ താമരന്റെ ഉള്ളിലൊക്കെ പെണ്ണ് ഇരിക്കുന്നുണ്ടെന്നൊക്കെ കവിതയിലില്ലേ? അപ്പൊ പെണ്ണ് കയറുന്ന താമരയിൽ ഇരിക്കാൻ സ്ഥലമല്ല. പക്ഷെ കവിതക്ക് അതൊക്കെ പറയും. അപ്പൊ എന്തിനാണ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്? അത് അയാളെ ഏരിയയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. അത് താമര പോലെ പറഞ്ഞതല്ല. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൂചി പോയപ്പോ തുന്നിക്കൊണ്ടിരിക്കുമ്പോ സൂചി പോയി വിളക്ക് കേടും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ ശരിക്കും ലൈസ മുഹ്താജൻ ഇല സുറുജി. പിന്നെ അവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അത് ആലങ്കാരികമായി പറഞ്ഞല്ല. സത്യത്തില് ഉണ്ട്. മൗലൂദില് നോണൊന്നും പറഞ്ഞില്ല. ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ശിർക്കാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എഴുതിയിട്ട് അത് ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ ആരാ ഇതൊക്കെ തോന്നുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിക്റ് ലോകത്ത് നിലനിർത്തുന്ന അള്ളാഹ് പറഞ്ഞാണ്. അത് നമ്മളിവിടെ നിലക്കാണെങ്കിൽ നമുക്ക് ഫضലല്ലേ? അപ്പൊ ഊതിക്കെടുത്താൻ ചില ആൾക്കാർ വരുന്ന ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. എന്നാ അവരെ വിചാരം എന്താ? ഇപ്പൊ ഇത് പറയുമ്പോഴും അവര് ശരിക്കും വിളക്ക് ഊതിക്കെടുത്തല്ല, അവരിതിനൊക്കെ നന്നായി കത്തിക്കാന്നാണ് അല്ലേ? ഇതാണ് സലിമാമ് പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കുമ്പോ ആദ്യം കുഫറും ശിർക്കൊക്കെ പറയാം, എന്നിട്ട് മനുഷ്യർക്ക് പോയാൽ പിന്നെ ഇബ്ലീസിന് സുഖമായി, പിന്നെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തൊട്ടടുത്തത് ഇബ്ലീസ് പഴപ്പിക്കുക ബിദ്അത്താണ്. ബിദ്അത്ത് ഉള്ളവർക്ക് ദോഷം ജയിക്കുന്നതിനേക്കാളും ബിദ്അത്ത ജയിക്കാന്ന്. അതാണ് ബിദ്അത്തിലുള്ള ആള് നല്ല ഇബാദത്ത് ചെയ്ത് നടക്കും, ദോഷമൊന്നും ഉണ്ടാവില്ല. എന്താണെന്നറിയാം? ദോഷം ചെയ്തവനക്ക് മനസ്സിലാവും. കള്ളുടിക്കണവനക്ക് അറിയാം അത് കള്ള് തെറ്റാണ്, പക്ഷെ എന്താ ചെയ്തു പോവാന്ന് കുറച്ച് കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ള സാധ്യത. ബിദ്അത്ത് തൗബക്ക് അവസരം ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് എന്ത് ശൈത്താൻ സയ്യാനല്ലാഹുമ്മ ശൈത്താനും ആമാലും ശൈത്താൻ തോന്നിക്കുക തന്നെയാണ് ശരി. അള്ളാഹു അതിലൊക്കെ പെടുത്താതെ ഇതുവരെ രക്ഷിച്ചതിൽ അൽഹംദുലില്ലാ. ഇനി അള്ളാഹു ഈ ഹിദായത്തിൽ നമ്മളൊക്കെ നിലനിർത്തട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഷെയ് എന്ന് പറയുക ഒരാളെ നല്ല പറഞ്ഞു ഒന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ സത്യമല്ലേ? സഹാബത്ത് ഇത്ര അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞെന്നോ വളരെ സത്യസന്ധരായ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നയല് പോലെ നടത്തുന്ന സഹാബത്ത് പറയണം, കന്ന ശംസ തജ്രി ഫി വജ്ഹി, മുഖത്ത് സൂര്യൻ ഇങ്ങനെ ചലിക്കണമെന്ന് തോന്നിപ്പോകുന്നു. ഇദാ ലഹിക യതലഇലു ഫിൽ ജുദരി, അവിടെ നിന്ന് ചിരിച്ചാൽ കാന അക്സറു ലഹിക തബസ്സും, പൊട്ടിച്ചിരിയല്ലായിരുന്നു പുഞ്ചിരി. പുഞ്ചിരിച്ചാൽ ചുമരിലൊക്കെ ഇങ്ങനെ പതിഞ്ഞിട്ട് തിളങ്ങണ പോലെ തോന്നുന്നത്. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയില്ലേ,
وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء صلى الله على محمد صلى الله عليه وسلم خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء صلى الله على محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിയെ പറ്റി മാത്രം കൈകാര്യം ചെയ്ത കിതാബാണ്. പുഞ്ചിരിയും കരച്ചിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച കുറേ തമാശകളുടെ കുറേ ഒന്നുമില്ല. തമാശ ഇതൊക്കെ സത്യമായിരുന്നു എന്തെങ്കിലും പാഠമുണ്ടാവും. പക്ഷെ നമ്മള് പറഞ്ഞിട്ടുണ്ടാകും അലി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അലി റളിയല്ലാഹുവിന്റെ കുരു കൂടിയിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിട്ടും. എന്നിട്ട് പറഞ്ഞു എല്ലാരും ഓരോ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ചിലവര് 2 എണ്ണം കഴിക്കണ്ട എന്ന് ചോദിച്ചു. ആ നർമ്മൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ കുരു ഇല്ല. അപ്പൊ പറഞ്ഞു എല്ലാരും ഈത്തപ്പഴം മാത്രം കഴിക്കുമ്പോൾ ചിലവര് കുരു അടക്കം കഴിക്കണ്ട എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊക്കെ ആസ്വദിച്ചിരുന്നത് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? വയസ്സത്തികളൊന്നും സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആകെ വേജാറായി ടെൻഷനായി പറഞ്ഞു വയസ്സത്തികൾ കടക്കൂല, ഒക്കെ യുവതികളായിട്ട് 33 വയസ്സൊക്കെ ആയിട്ട് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതില് എല്ലാരും ആ നിലക്ക് ഉൾക്കൊണ്ടിട്ട് നർമ്മൊക്കെ ആസ്വദിക്കുക ചെയ്തു. പക്ഷെ ആ നർമ്മത്തിൽ എന്തുണ്ടായിരുന്നു? കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ സൗന്ദര്യമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അല്ലേ പാടില്ല? കഅബ് റളിയല്ലാഹു അൻഹു ആണ് അല്ലയിൽ കിടക്കുന്നതെന്ന് പറയലുണ്ട് ഇല്ലേ? കേട്ടില്ല ഞങ്ങള് അല്ലേ? ഈ ബൈത്ത് പാടിയ സഹാബിയാണ് അല്ലയിൽ മറവിട്ട് എടുക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. നിങ്ങളെ ഭാഗ്യം. ഇപ്പൊ പോകാൻ പറ്റൂല അല്ലേ? പറയണ്ട, അറിയില്ല എന്താണെന്നുള്ളതായാലും. എന്തായാലും അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതണം എപ്പോഴും. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരെ ബൈത്ത് കവിത പാടിയിരുന്ന ആളാ. പിന്നെ കണ്ട കൊല്ലണം എന്നുള്ള ഫത്വ വന്ന് അപ്പൊ ഇവരെ സഹോദരൻ ചെന്ന് പറഞ്ഞ വേണേ നന്നായിക്കോന്ന്. ലാസ്റ്റ് നന്നാവാൻ തോന്നി. മുഖംമൂടിയൊക്കെ ഇട്ട് വന്നിട്ട് ബൈത്ത് എന്നിട്ട് പാടാൻ തുടങ്ങി. പാടിയത് ഫുള്ള് ബാനത്ത് സുവാദു ഇങ്ങനെ പാടിയത്. ബാനത്ത് സുവാദാർ എന്റെ കാമുകി പോയി, ഇപ്പൊ എനിക്ക് ആരും ഇല്ലല്ലോ, കാമുകി എന്നാ തുടങ്ങിയത്. ബൈത്ത് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് അവിടെ എത്തി. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അപ്പോഴാണ് എല്ലാവർക്കും ആരെ പറ്റിയാണ് ഈ പാടി തുടങ്ങിയെന്ന് മനസ്സിലായത്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂൽ. ഇന്ത്യയിൽ നിർമ്മിച്ച വാളാണ്. ഇറാഖിലൊരു ഇന്ത്യ എന്തെന്ന് പറയുന്നത് ചില അറബി കവിതകളുടെ വ്യാഖ്യാനത്തിൽ കാണാം. അപ്പൊ നല്ല കടഞ്ഞെടുത്ത വാള് പോലെ ആരാ പാടുന്നതെന്ന് അറിയില്ല. പിന്നെ സന്തോഷം മാപ്പ് കൊടുക്കണം, മാപ്പ് നബിന്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ ഉള്ള വെയ്ത്തൊക്കെ പാടി മാപ്പ് കിട്ടുന്നൊക്കെ ഉണ്ട് ഉറപ്പാകുമ്പോ മുഖം മൂടി പൊക്കിയപ്പോ ആരാണ്? കഅബ് ഇബ്നു സുഹൈർ. പിന്നെ വലിയ സഹാബി. അല്ലാഹു ദർജ ഉയർത്തിക്കോളും. മനുഷ്യന് മഹബത്തുണ്ട് കുടുങ്ങിയാലേ അത്രേ ഉള്ളൂ, രക്ഷപ്പെടാനും തന്നെ മതി. നമ്മൾ കുറെ അമലൊന്നും ചെയ്തവരൊന്നും അല്ലല്ലോ, പക്ഷെ ഈ മഹബത്തോട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരി എന്നുള്ള പറഞ്ഞപ്പോൾ ചില ഹദീസുകൾ ഇങ്ങനെ പറയാം സന്ദർഭമായിട്ട്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹലക്തു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആകെ കുടുങ്ങി നബിയെ, നശിച്ചു പോയി നബിയെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തു പറ്റി മാലക്ക? അപ്പൊ പറഞ്ഞു,
വഖാത്തു അലംറാത്തി വാനത്തു, ഞാൻ റമദാൻ മാസത്തിൽ നോമ്പ് വെച്ചിട്ട് ഭാര്യയുമായി പകല് ബന്ധപ്പെട്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയിപ്പോ എന്താ വഴി? കഫാറത്ത് അല്ലേ, ഫിഖിന്റെ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം. ഒരു അടിമയെ മോചിപ്പിക്കാം, അതിൻ്റെ അടുത്ത് മോചിപ്പിക്കാൻ പറ്റിയ അടിമ ഉണ്ടോ എന്ന് വെച്ച്. അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല, ഇല്ല. ഇനിയിപ്പൊ അതിന് പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയില്ലെങ്കിൽ മാത്രം അടുത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്താണ്? 2 മാസം അടുപ്പിച്ച്, അതായത് 60 നോമ്പ് നോൽക്കണം. 2 മാസം അടുപ്പിച്ച് നോമ്പ് നോൽക്കണം, അതെനിക്ക് പറ്റുമെന്ന് വെച്ചാൽ. അപ്പൊ ഇയാൾ പറഞ്ഞു ഇല്ല, അതും പറ്റൂല എനിക്ക്, അത്രയും കുടുങ്ങിയ മനുഷ്യനാണ്, ബലഹീനനാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ പിന്നെ ഫഹൽ തജിദ് ഇത്വാം 60 മിസ്കീന, 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അതിന് പറ്റുമെന്ന് വെച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു അല്ലല്ല, പറ്റൂല. ഇപ്പൊ മക്കസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാതെ അവിടെ ഇരുന്നു. ഇപ്പൊ ബൈന നഹ്നു അലാ ദാലിക, ഞങ്ങളും അങ്ങനെ ഇതിങ്ങനെ എന്താ നബി കാട്ടുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർഖം ഫീഹി തംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാരക്ക എടുത്തിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഇയാളെ സ്വതക്കം എടുക്കാൻ സഹായിക്കാണ്. വന്നിട്ട് വെച്ച് അയിന സായിൽ, എവിടെ വന്നു? നേരത്തെ മസ്ജിദിൽ വെച്ച ആളെവിടെ എന്ന് ചോദിച്ചു. ഫഖാല, ഇയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു ഖുദ് ഹാദാ ഫതസദ്ദഖ് ബിഹി, ഇത് എടുത്തു വന്നിട്ട് ഇത് സ്വതക്കം എടുത്തു. അപ്പൊ അത് പ്രായശ്ചിത്തമല്ലോ. അപ്പൊ ഇയാള് ചോദിച്ചത് അല അഫ്കറ മിന്നി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നെക്കാളും പരമദരിദ്രനായിരിക്കും കൊടുക്കണ്ടേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഫവല്ലാഹി മാ ബൈന ലാബത്തൈഹ, മദീനനെ പറ്റി പറഞ്ഞാണ്, ബൈന ലാബത്തൈഹ അൽ ഹറത്തൈ എന്നൊക്കെ 2 മലക്കടയിലുള്ള സ്ഥലമാണ് മദീന എന്നാണ്. ഈ മദീനയിൽ അഹ്ലു ബൈത്തിൻ അഫ്കറ മിൻ അഹ്ലി ബൈത്തി, എന്റെ വീട്ടുകാരെക്കാളും ദരിദ്രരായ വേറെ ഒരു വീടും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം മനസ്സിലായി. ഹത്താ ബദത് അൻയാബുഹു, ചൂടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് ഒരു ഇതാണ്. പല്ലൊക്കെ വെളിവാവുന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അത്വീംഹു അഹ്ലക, കൊണ്ട് ഈ വീട്ടുകാർക്ക് തിന്നാൻ കൊടുത്താളെ. കുറെ ഇങ്ങനത്തെ അറാബികളൊക്കെ വന്നിട്ട്, അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഒരു അറാബി കണ്ടിട്ട് പറയാം നീതി ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നീതിയില്ലേ, പിന്നെ ആരാ നീതി ചെയ്യാം? നമ്മളൊക്കെയാണെങ്കിൽ എത്ര പരിവാരങ്ങളുണ്ട്, ഇവനാണ്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞാലാവൂലേ? അതൊക്കെ ചെയ്യും. ചെയ്തത് ഇങ്ങനെയാണ്. അതായത് പ്രതികാരം എടുക്കാനൊക്കെ എല്ലാ കഴിവും ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുമ്പോഴാണ് ആൾ വലുതാവുക. ഇത് മേലുള്ള നമ്മളെ ബോസ് എന്തെങ്കിലും കാട്ടിയ ആൾക്കാർ പറയുന്നത് ഞാൻ പിന്നെ അയാൾ പാവല്ലെന്ന് വിചാരിച്ചിട്ടാണ്. താഴെയുള്ളവരെന്തെങ്കിലും ചെയ്താല് എനിക്ക് പിന്നെ ഒന്നും നോക്കണ്ടെന്നില്ല, ഞാനവന്റെ പെരുമാറിയത്. ഇതിന് ക്ഷമ എന്ന് പറയില്ല, ഇതിന് ധൈര്യമില്ലായ്മയാണ്, ഭീരുത്വാണത്. നേരെ താഴെയുള്ളവർക്ക് നമുക്ക് പ്രതികാരം എടുക്കാൻ എല്ലാ കഴിവുണ്ടായിട്ട് ക്ഷമിക്കുക, അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചത്. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ ഒതു എടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈ കഴുകി, മുഖം കഴുകി, കൈ കഴുകി, ശരിക്കും ഒതു എടുക്കുന്ന രൂപത്തിൽ ഒതു എടുത്തു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിട്ട് ചിരിച്ചു. എന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു, എന്ത് ഒപ്പുള്ള തന്റെ അസ്ഹാബിനോട് ചോദിച്ചു, എന്തെങ്കിലും ഞാൻ എന്തുകൊണ്ടാ ചിരിച്ചെന്ന് ചോദിക്കാത്തത്? അപ്പൊ അവര് പറഞ്ഞു അന്ന് ഞങ്ങൾ ചോദിക്കാം എന്താ ചിരിച്ചത്. ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്, ഏകദേശം ഇതിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒതു കൊടുത്തു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അപ്പൊ ഞങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ഞാൻ എന്താ ചിരിച്ചെന്ന് ചോദിക്കാത്തത്? അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തിനാ നബിയെ ചിരിച്ചതെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ എന്തിനാ ചിരിച്ചതെന്ന് അറിയാം? അതാണല്ലോ നമുക്ക് വേണ്ടിയിട്ടാ ചിരിച്ചത്, സന്തോഷം കൊണ്ട്. ഇന്നല്ലാബദ ഇദാ ദാ ബിവുദൂഇൻ ഒളുവിന്റെ വെള്ളം കൊടുന്ന ഒരാള് ഒളു എടുക്കുന്ന രൂപമൊക്കെ പറഞ്ഞ ആ ഒളുവൊക്കെ അങ്ങോട്ട് എടുത്താൽ അയാൾ എന്ത് ചെയ്യും? കൈ കഴുകി, മുഖം കഴുകി, ഇതൊക്കെ കഴുകിയാല് ഓരോ അവയവത്തിൽ നിന്നും അയാളെ ദോഷങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുന്നുള്ള സന്തോഷം കൊണ്ടാണ്. ദോഷമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ചിരിച്ചേ? ദോഷം ചെയ്യണ നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു അവിടുത്തെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് ചെയ്യണം. ഖുർറുൽ മുഹജ്ജലി എന്നല്ല പറയാം അല്ലെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തിരിച്ചറിയാൻ എങ്ങനെയാണ് അവസാന നാൾ ഖിയാമത്തില് മുഖവും കൈയൊക്കെ വെളുത്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഇനി മുതൽ ഒതു എടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്റെ നഫ്സിനോട് പറയും ഇതിങ്ങനെ ആലോചിക്കണം. അപ്പൊ ഒതുവിനൊരു സുഖം ഉണ്ടാവും. ഒതു എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാവാനുള്ള ഒരു അമലായിട്ടാണ്. നമ്മളങ്ങനെയല്ല, ഒതു അല്ലാതെ മെയിൻ ചെയ്യൂല. എന്ത് ചെയ്യും? നിസ്കാരത്തിൽ ശ്രദ്ധിക്കണോണ്ട് ഒതു ശ്രദ്ധിക്കാതെ പോകും. ഒതു വലിയ ഭാഗത്തല്ലേ, ദോഷം കഴുകൽ ശുദ്ധീകരണം അപ്പോഴേ തുടങ്ങുന്നുണ്ട്. ഇനി ഒതു എടുക്കുമ്പോൾ എന്ത് ചിന്തിക്കണം? കുറച്ചോനെ ഞാൻ ഒതു എടുത്തിട്ട് കയ്യും മുഖമൊക്കെ വെളുത്തോരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തിരിച്ചറിയുന്ന കൂട്ടത്തിൽ പഠിച്ചവൻ എന്നെ പെടുത്തണ ഈ ഒതു കാരണം ചിന്തിച്ച് ഒതു എടുത്താൽ ആ ഒതുവിനും അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. അള്ളാഹു തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ എണീറ്റ്, എന്താ ഞാൻ പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ചിരിച്ചു അല്ലെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മിമ്പറിൽ എണീറ്റുന്നു അങ്ങോട്ട് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ എണീറ്റ് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കരഞ്ഞു. അത് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി, സംസാരിക്കാൻ പറ്റാണ്ട്. അവിടുന്ന് ചിരിച്ചാല് അവർക്ക് അത് ഓർത്താൽ ചിരി വരും, അവിടുന്ന് കരഞ്ഞാൽ അവർക്കും കരച്ചിൽ വരും. അതാണ് സ്നേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ബന്ധം എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വാള് പോലെയായിരുന്നു. എന്നല്ല, സൂര്യനെ പോലെയായിരുന്നു, ചന്ദ്രനെ പോലെയായിരുന്നു, വട്ടമുഖയായിരുന്നു. അബു തുഫൈൽ എന്ന് പറഞ്ഞ സഹാബി ഉണ്ട്. അവരാണ് അവസാനം വഫാത്തായ സഹാബി. അവരിങ്ങനെ പറയുന്നത്, ഇന്ന് ഭൂമുഖത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് എന്ന് പറയാൻ പറ്റിയ വേറെ ഒരാളും ഇന്ന് ഭൂമുഖത്ത് ഇല്ല എന്ന് അവർ പറയും. എന്തൊരു ഭാഗ്യമാണ്! അവരെ കണ്ടവരെന്ത് ഭാഗ്യവന്മാരാ! അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിൽ അവസാനമായിട്ട് വഫാത്തായ സഹാബി. അപ്പൊ ഉമ്മു ബാബത്ത് റളിയല്ലാഹു അൻഹ, ഉമ്മു ബാബത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലൊക്കെ കറന്നല്ലോ. ഉമ്മു ബാബത്ത് പറഞ്ഞിട്ടുണ്ട്, ദൂരെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല സൗന്ദര്യം, അടുത്തെത്തിയാലോ ഇതിനെ കാണാൻ തന്നെ എന്തൊരു ഒരു മധുരതരാണ് കാണുമ്പോൾ അടുത്തെത്തിയാല്. ഇബ്നു അബീ ഹാല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം 14 രാവിലെ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ തിളങ്ങുന്ന പോലെ തിളങ്ങുമായിരുന്നു. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സിറു വഗാലി അന്ത മിസ്ബാഹു സുദൂരി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇനിയിപ്പോ ഹദീസിന് എതിരായിപ്പോ ചെല്ലിയ നിങ്ങൾ പറഞ്ഞവര് പറഞ്ഞോട്ടെ. നമ്മള് സഹാബത്ത് പറഞ്ഞതിനോടാണ് ഇത് പാട്ടായി പാടുമ്പോൾ ഒരു പ്രത്യേക സുഖം മനസ്സിൽ തോന്നുന്നതാണ് പാട്ടായിട്ട് പാടുന്നത്. അപ്പൊ കേവലം കവിഭാവനല്ല, നേരത്തെ പറഞ്ഞ പോലെ. അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് ആരാണ്? നബി അള്ളാണോ? അല്ല. അള്ളാഹ് നമ്മൾ പറയണ്ട, ഇല്ലല്ലോ. അള്ളാഹ് നമ്മൾ പറയണില്ല. എന്നാ അള്ളാഹിനെ പറഞ്ഞു തന്ന നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാഹിനോട് കിട്ടിയപ്പോ ഈ നബിനെ മറക്കേ, അതിന് സ്വാർത്ഥത എന്നല്ലേ പറയാ അല്ലേ? അങ്ങനെ മറന്നവർക്ക് അള്ളാഹിനെ കിട്ടൂലെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണത്. കാരണം എന്താ? അള്ളാഹ് എപ്പോ അള്ളാഹിനെ ചേർത്തി പറഞ്ഞാലും അള്ളാഹിനെ പറഞ്ഞാലും അതിന്റെ കൂടെ ആരെ പറഞ്ഞിരിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ പോലെ അയ്യാലസ്സലാം എന്ന് പറഞ്ഞ പോലെ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ പോലെ, എന്തിനാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വറഫഅനാ ലക ദിക്റക, നബി അങ്ങയുടെ ഓർമ്മ നാം ഉയർത്തി എന്നുള്ളതിന് അള്ളാഹു പറഞ്ഞു. എപ്പോ ഇന്നെ പറഞ്ഞാലും നിങ്ങളെയും പറയണം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ ഇസ്ലാം പൂർണ്ണാവില്ല. എന്ത് വേണം? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. دعته النصارى في نبيهم واحكم بما شئت مادحا فيه واحتكمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وانسب الى ذاته ما شئت من شرفي
وانسب إلى قدره ما شئت من نظامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുസ്ലിമാൻ പറയണത് ക്രിസ്ത്യാനികൾ നസാറാക്കൾ ഈസാ നബിനെ ചെയ്ത പോലെ നമ്മൾ ചെയ്യണ്ട, എന്നാലോ എല്ലാ മധുവും നബിക്ക് ചേർത്തോളൂ, ഒന്നും എന്താവൂല, ആപ്റ്റ് ആവാതിരിക്കൂല. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും വിളിച്ചിരുന്നു. ഇപ്പൊ ശാരീരികമായ സൗന്ദര്യം, ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നതിന്റെ ഒരു ഘടകം സൗന്ദര്യമാണല്ലോ. ഒരാളെ അടുത്തിരിക്കുമ്പോൾ ഇനി അടുത്ത് നോക്കി ജാബിർ എന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു നിൽക്കുക, ഒരാൾ അതിന്റെ ബാക്കിൽ നടന്നു നിൽക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പോയിന്ന് അറിയാൻ പറ്റും. എങ്ങനെ? നല്ല സുഗന്ധം ഉണ്ടാവും. എന്നാ ആ സുഗന്ധം ഉണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തർ തേച്ചിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഒരാൾ അടുത്തിരിക്കുമ്പോൾ ഒരു മോശപ്പെട്ട വാസനയാണെങ്കിൽ എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാ അതുപോലെ അള്ളാഹു ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ കുളിപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ പോയി നോക്കിയത്, സാധാരണ മനുഷ്യന്മാർ മരിച്ച മയ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരാനാണ് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി നോക്കിയപ്പോൾ ഫലം മജിദ് ഷൈഅൻ, ഒരു മാറ്റമില്ല. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, തിബ്ത ഹയ്യൻ വ മൈത, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധം തന്നെ, വഫാത്തായപ്പോഴും സുഗന്ധം തന്നെ. മാത്രല്ല വഫാത്തിന് ശേഷം അതുവരെ അനുഭവിക്കാത്തൊരു സുഗന്ധം വരാൻ തുടങ്ങി. നമ്മൾ ഏത് ബഹുമാനിക്കണം സ്നേഹിക്കണ നേതാവ് മരിച്ചാൽ എത്ര ദിവസം വരെ വെക്കും? എന്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ കെമിക്കലിന്റെ വാസന കേട്ടിട്ട് എൻ്റെ നാട്ടിലെ ഒരുപാട് മനുഷ്യന്മാർക്ക് തല കറങ്ങിക്കണം. പ്രവാസിയായ ഒരു സുഹൃത്ത്, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മയ്യത്ത് കൊടുത്തിട്ട് ആ കൊടുന്ന പെട്ടി പള്ളിക്കാടിന്റെ ഏതോ ഒരു സ്ഥലത്ത് ഒഴിവാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. പള്ളി ക്ലീൻ ചെയ്തു. ഞാൻ ഹക്കായിട്ട് പറയാൻ ഈ മജ്‌ലിസിലെ പള്ളി ക്ലീൻ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് അറിയാം? ഈ കെമിക്കലിന്റെ വാസന തള്ളിയിട്ട് പ്രായമുള്ള കവറ് കിടക്കണ നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യൻ വരെ തല ഇറങ്ങി ഇത് വന്നിട്ട്. എന്തുകൊണ്ടാണ്? അതിനേക്കാൾ വലിയ ദുർഗന്ധമാണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ വരിക. അത് തടയാനാണ് ഈ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാലും വഫാത്തായപ്പോൾ സുഗന്ധം അങ്ങോട്ട് കൂടി. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? ശരിക്കും അനുഭവിച്ച സഹാബത്ത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നല്ലോ. എന്നിട്ട് വന്നപ്പോ ഒരു യമനി പുതപ്പ് മുഖത്തിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയായിരുന്നു. വഫാത്തായി കിടക്കുകയാണ്. പക്ഷെ നമുക്ക് ആ കിടത്തം സാധാ മനുഷ്യന്മാര് മരിച്ചെടുക്കുന്ന പോലത്തെ കിടത്തല്ല. അവരിപ്പോഴും റൗദൽ ഹയ്യാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. ആ പുതപ്പോണ്ട് മൂടിയിരുന്നു. ഫകശഫൻ വജീഹി, മുഖത്തുനിന്ന് അതങ്ങോട്ട് നീക്കി. വഖബ്ബലഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിച്ചു. വഖാല വഹുവ യബ്കി, എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബി അബി വ ഉമ്മി അൻത യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിബ്ത ഹയ്യൻ വ തിബ്ത മയ്യിത. നിങ്ങൾ ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധം തന്നെ, വഫാത്തായപ്പോഴും സുഗന്ധം തന്നെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് രോഗിയായി കിടക്കുന്ന സമയത്ത് പനി പിടിച്ച് ശാരീരികമായ ക്ഷീണം വന്നപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നല്ലോ. അപ്പോ ഞങ്ങളങ്ങനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദമാത ഐനാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിക്കും, സ്വാഗതം എന്ന് പറഞ്ഞു. ഹയ്യാക്കുമുല്ലാഹ്, ഹയ്യാക്കുമുല്ലാഹ്, ആവാക്കുമുല്ലാഹ്, നസറക്കുമുല്ലാഹ്, അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി ദുആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഊസീക്കും ബി തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യാണ്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു, ഇനി നമ്മളെ പോക്ക് സ്വർഗത്തിൽക്കാണ്, സിദ്റത്തുൽ മുൻതഹയിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ശ്രദ്ധിക്കുക. ഫഖ്റഉ അലാ അൻഫുസിക്കും വഅലാ മൻ ദഖല ഫീ ദീനിക്കും ബഅദി മിന്നി സലാം വറഹ്മത്തുള്ളാഹ്. എന്താ പറഞ്ഞത്? എന്താ? എൻ്റെ മേൽ, നിങ്ങളുടെ മേലും ഇനി എൻ്റെ വഫാത്തിന് ശേഷം ഈ ദീനിൽ കൂടുന്ന ആൾക്കാരോടൊക്കെ എൻ്റെ സലാം പറയണേ. ഈ സലാം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ആ സലാം നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി പറഞ്ഞല്ലോ, എൻ്റെ മടി കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വഫാത്തായത്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ ആങ്ങൾ ആ സമയത്ത് ഇങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ്. അപ്പോൾ അവരെ കയ്യിൽ മിസ്വാക്ക് കണ്ടു. മിസ്വാക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കിയപ്പോൾ ഇത് നബിക്ക് വേണം തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് എടുക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ തല കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞാൻ വാങ്ങി. അങ്ങനെ ഞാൻ മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊരു പ്രയാസമുള്ള പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, നബി ഞാനത് മയപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും തല കൊണ്ട് ആംഗ്യം കാണിച്ചു അതേന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വായ കൊണ്ട് ഞാൻ പല്ലുകൊണ്ട് കടിച്ചത് മയപ്പെടുത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ ഞാൻ മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. എൻ്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനമായിട്ട് ചേർന്ന് ആയിഷ ബീവി അഭിമാനത്തോടെ പറഞ്ഞ ഒരു നിമിഷമാണത്. റൂഹ് ഊരണ നേരത്ത് സക്രാത്തിന്റെ വേദന എളുപ്പമാവാൻ മിസ്വാക്ക് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ എളുപ്പമാവുന്നത് കാണാം. അതിൻ്റെ ഒരു വലിയ കാരണം തന്നെയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വേദന കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ആ സമയത്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹത്തിന്റെ അണപട്ടി ഒഴുകിയ നിമിഷങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ തുടങ്ങി. മൂസാ നബി അള്ളാഹിന്റെ അടുത്തേക്ക് തൂരിസീന മലയുടെ അങ്ങോട്ട് തൗറാത്ത് വാങ്ങാൻ പോയ പോലെ എൻ്റെ നബി അള്ളാഹിന്റെ അടുത്തേക്ക് പോയിക്കാണ്. വഫാത്തായിരുന്നൊരു കുട്ടി പറയരുതെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ പോയി നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് അടങ്ങിയിരിക്കൂന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നില്ല, കാരണം സ്വബോധമില്ല. പിന്നെയും പറഞ്ഞു ഇരുന്നില്ല. മൂന്നാമത്തെ വട്ടം ഇരിക്കാൻ പറയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് പ്രസംഗം തുടങ്ങി. ഇത് രണ്ട് സ്നേഹപ്രകടനമാണ്. പ്രസംഗം തുടങ്ങി. എന്താ പറഞ്ഞത്? ഫമൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അള്ളാഹിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ആയത്തെ കോതിയ സംഭവം നമുക്ക് അറിയണതാണ്. ഇത്തരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമല്ലേ, ഏറ്റവും വിഷമിക്കുന്ന ആളല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിന്റെ പേരിലുണ്ടായ വിഷമാണെന്നാണ്. അത്രയും വിഷമമുള്ള ആള് ആ സമയത്ത് രംഗം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് നേരെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സമയത്ത് ഇന്നതൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നക മയ്യിത്തും വ ഇന്നഹു മയ്യിത്തും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ട് കേൾക്കണ പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഈ ആയത്ത്. അതുകൊണ്ട് അള്ളാഹു ഇറക്കിയതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്നുണ്ട്, മരിക്കൂല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വ സ്വലവാത്തുല്ലാഹി അലാ റസൂലിഹി വ ഇൻദല്ലാഹി നഹ്തസിബു റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിൽ ക്ഷമിച്ചതിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയത്. ചെറിയ കുട്ടിയെ പോയി ലോകത്തെ വിറപ്പിച്ച മനുഷ്യൻ എന്താവാണ്? വിഷമം സഹിക്കാൻ വയ്യാതെ വിറക്കുകയാണ്. ആണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ അഞ്ചൊത്ത് നിസ്കരിക്കലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയോ? അതല്ലല്ലോ സ്നേഹം. ഇതിനാണ് സ്നേഹം ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ സൗന്ദര്യം കൊണ്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്നേഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം കൊണ്ടാവുന്നുണ്ടെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തെന്നതാണെങ്കിലോ അതും നബി. ഈ നിലക്കൊക്കെ സ്നേഹം ഉണ്ടാവും ഒരു മനുഷ്യന് മറ്റൊരാളോട് തോന്നുന്നു. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻപല്ല് പൊട്ടിയപ്പോ സഹാബത്തിൽ ചിലവർ പറഞ്ഞു, നല്ല ദാവൂത്ത് ഇവർക്കെതിരാണ്ട് ദ്വാരുന്നൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലം ഉബഅത്തില്ല ആന, ഞാൻ ആൾക്കാരെ ശപിക്കുന്ന ആളായിട്ടല്ലല്ലോ ഞാൻ നിയോഗിക്കപ്പെട്ടത്. ബുഇസ്തു ദാഇയം വറഹ്മ, ഞാൻ റഹ്മത്തായിട്ടല്ലേ നിയോഗിക്കപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഹദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഭക്ഷണത്തിൽ ഒരു സ്ത്രീ വിഷം കലർത്തി കൊടുത്തില്ലേ, ഒരു ജൂത സ്ത്രീ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്കും മാപ്പ് കൊടുത്തു. സിഹർ ചെയ്തില്ലേ റബീബിനിൽ ആസം അല്ലേ, ലബീദ് ആസം, അതിനെന്ത് ചെയ്തു? നടപടി എടുത്താ? ഇല്ല, മാപ്പ് കൊടുത്തു. ഒരു വലിയ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഗാംഭീര്യമൊക്കെ കണ്ടിട്ട് പേടിച്ച് വിറക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പേടിക്കണ്ട, ഞാനൊരു രാജാവൊന്നുമല്ല, ഞാനെന്താണ് ഒരു ഉണക്കറൊട്ടി ഭക്ഷിച്ച് കഴിച്ചിരുന്ന ഖുറൈശിയിലെ ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ.
അപ്പൊ ഈ മനുഷ്യന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടൊപ്പം ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? നമുക്ക് ഓരോ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൂടെ. റബീഉൽ അവ്വൽ തന്നെ നമ്മൾ മരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് മൗലൂദൊക്കെ പറ്റുമ്പോൾ റബീഉൽ അവ്വൽ മാത്രമല്ല, അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ അതിൽ മാത്രം ഓതിയിട്ടാണ് ആൾക്കാർ കുറ്റം പറയുന്നത്. പറ്റുന്നുണ്ട് എന്നോ തന്നെ സത്യം. റബീഉൽ അവ്വൽ മാത്രം ഓതിയിട്ടാണ് ആൾക്കാർ ഈ പ്രശ്നം നബിദിനാഘോഷം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റുന്നതിൽ ആർക്കും ഒരു എതിർപ്പില്ലല്ലോ. പറ്റുന്നുണ്ട് എന്നും ഓതാം. പിന്നെ നബിദിനത്തെങ്കിലെങ്കിലും ഓതാന്നുള്ളത് ഒരു മിനിമം മുസ്ലിം എന്നുള്ള നിലയ്ക്കെങ്കിലും നമ്മളൊരു ബാധ്യത ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, ഒരു അൻസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ അപ്പോൾ എന്നിട്ട് കൈ പിടിച്ച് ചുംബിക്കുമായിരുന്നു. കൈ പിടിച്ച്, നമുക്കല്ലേ അതിന് ഹദീസൊക്കെ ആവശ്യമുള്ളൂ അല്ലേ? ഹദീസ് ചോദിക്കുന്നത് ആദ്യം ഈ സംഭവത്തിന് ഹദീസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. അതിന് ഹദീസ് ഉണ്ടോ നേരെ ഏതെങ്കിലും ഉസ്താദുമാരോട് വിളിച്ച് ചോദിക്കലല്ലേ വേണ്ടേ? എന്ത് വേണോ ഇതിന് ഹദീസ് വേണോന്നുള്ള. നമ്മളെ ഉമ്മാനെ സ്നേഹിക്കാൻ ഇപ്പോൾ ഖുർആനും ഹദീസും ചോദിച്ചാൽ നമുക്ക് സ്നേഹം ഉണ്ടാവൂലേ? അത് അല്ലാണ്ട് ഇഷ്ടന്നതല്ലേ അല്ലേ? പിന്നെ സ്നേഹിക്കണം, ചേന്ന് പറയരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞത്, അത് എതിര് ചെയ്യരുത് എന്നാണ്. സ്നേഹം ഉണ്ടായി തെറ്റാ? നബിസ്വലാസിനോട് സ്നേഹം ഉണ്ടായി, അപ്പൊ ഒരാള് നബിനാണ്ട് പുകഴ്ത്തിയിട്ട് പറയാൻ തുടങ്ങി, തെറ്റാവോ? ഡെയിലി 1, 2, 3 വട്ടം സ്വാഗത പ്രസംഗം നടത്തുന്ന ആൾക്കാർ തന്നെ ആരെങ്കിലും മൗലൂദ് കുറ്റം പറയും. ഒരാളെ ഇവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ പറയുക ഇയാളതാണ്. ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അയാൾ അങ്ങനെ വിറപ്പിച്ചാണ് ഇങ്ങനെ വിറപ്പിച്ചാണ്, അയാൾ അങ്ങനത്തെ വെള്ളച്ചാട്ടാണ് ഇങ്ങനത്തെ വെള്ളച്ചാട്ടാണ്, അങ്ങനെ ആ ആറ്റായവർക്ക് പറയണേ എന്നാലും ചേരും. ഇത് ഏതെങ്കിലും ഒരാൾ പുതിയതായിട്ടൊരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അയാളെ പറ്റിയിട്ട് അത് പറയലൊന്നും ഒരു സുഖമുള്ള പരിപാടിയല്ല. അപ്പൊ മനുഷ്യന്മാരെ കേടെടുത്തു. അത് എന്തല്ല, അതിനൊന്നും വലിയൊരു ദീനി പ്രചാരണമൊന്നും ഇല്ല. എല്ലാവരും മനസ്സിലാക്കണം. സ്വാഗതം പറയും. പിന്നെ ചില സദസ്സിലൊക്കെ ഞാൻ തുറന്ന് പറയുന്നു വിചാരിക്കണം. പിന്നെ നമ്മൾ ചില സദസ്സിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാരെ പേര് മൊത്തം പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. എന്തിനാ പ്രശ്നം? നമ്മൾ നടത്തുന്ന മൗലിക പരിപാടിയല്ലേ. അങ്ങനത്തെ ഒക്കെ ചില ഇതുണ്ട്. നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ട്, പറഞ്ഞാൽ ചൂടാവുന്ന മനുഷ്യന്മാരുണ്ട്, പറഞ്ഞാൽ ചൂടാവുന്നവരുണ്ട്. ചില ആൾക്കാരെ പറ്റി പറയാൻ നമുക്ക് പേടിയാണ്, വിട്ടെന്ന് പറയേണ്ടി വരും. അത് നമുക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിർബന്ധമാവും. അതുകൊണ്ടാവും. അല്ലാതെ നമ്മളിങ്ങനെ കുറേ ഒരാളെങ്ങനെ പുകഴ്ത്തിയിട്ട് അങ്ങോട്ട് പറയാം. അയാളും ഇയാളും ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം നമ്മളും അയാളും ആദ്യമായിട്ട് കാണാം. എന്നിട്ടും മതി ഇയാൾ കേരളത്തിൽ അകത്തും പുറത്തും ഇവിടെ അവിടെയൊക്കെ പ്രസിദ്ധ, അയാൾ ഇവിടെയും കൂടി പ്രസിദ്ധനല്ല. അങ്ങനത്തെ ആളെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ പറഞ്ഞത് ഇയാൾ അവിടെ ഇവിടെ അത് ഇതായിട്ട് പറയില്ല. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതിന്റെ പേരിലൊക്കെ എന്തിനൊക്കെ വെറുതെ ഒരു വാക്കങ്ങനെ എന്നിട്ട് പറഞ്ഞു തരണം. അതല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഇതൊക്കെ ഹക്കായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മൗലിദ് ഓതിയാൽ ഇതിൽ ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ? ഈ പറഞ്ഞ സ്വാഗതത്തിന് ഖുർആനിൽ തെളിവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തെ ബേജാറായിട്ട് പഠിച്ചോനെ നമ്മൾ ഇതുവരെ ആഘോഷിച്ചൊക്കെതായി ഇതിന് തെളിവുണ്ടോ ഉസ്താദ്? ഒരു ഹദീസ് തരി, ഹദീസ് ലൈഫാണോ ചോദിക്കണ്ട. നമ്മൾ അവനാന്റെ ഈമാനായിട്ട് രക്ഷപ്പെട്ടോളെ, അത് നല്ലേ. ഹദീസ് തരണ നേരം 4 സലാത്ത് കൂടുതലില്ലാല് അതുകൊണ്ട് രക്ഷപ്പെടാം. ഹദീസ് തരണ്ടെന്നല്ല, അത് തരേണ്ടവർ തരുന്നുള്ളൂ. നമുക്ക് ശംസുലമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെളിവാവണം. ചെറുശേരിസ്ത അങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞാൽ തെളിവാവണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ തെളിവാണ്. ഷാഫി ഇമാം ഏത് ഹദീസിൽ നിന്ന് പിടിച്ചെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് തോന്നുന്നു. ഒരു സ്ത്രീ വന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ പണ്ഡിതന്മാരെ അടുത്ത് വന്നിട്ട് ഒരു മസല ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളോട് ചോദിക്കണ്ട, അത് അവിടെ ഫിഖ് പഠിച്ച പണ്ഡിതന്മാരുണ്ട് അവരോട് ചോദിക്കണം. അപ്പോ അവരോട് ചോദിച്ചു. എന്നിട്ട് അവരെന്താ പറഞ്ഞെന്ന് ഈ ഹദീസിന്റെ പണ്ഡിതന്മാർ തിരിച്ചും ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞു തരാത്തെന്ന് വെച്ചു. അതെന്താന്നറിയാം, നെഹ്ന സ്വയാദിലത്തു വാംതുമുൽ അസിബ. ഫിഖ് പണ്ഡിതന്മാരോട് പറയാം, പഠിച്ച ആലിമ്യങ്ങളോട് പറയാം, ഞങ്ങൾ ഫാർമസിസ്റ്റുകളാണ്, ഞങ്ങളെ പണി എന്താ അറിയാം, ഇനി ചേരുവ ചേർത്താൽ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇത്ര ഡോസുള്ള ഗുളികങ്ങൾ ഉണ്ടാക്കും, അതിൽ ഇനി കണ്ടൻസ് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇത് ആർക്ക് എപ്പോൾ കൊടുക്കണം, ഇത് എവിടെ പ്രയോഗിക്കണം, ഇതും മറ്റേ ഗുളികയും കൂടി ഒപ്പം കഴിച്ചാൽ ആളടിച്ചു പോവോ, അതൊക്കെ തീരുമാനിക്കേണ്ട ആരാണ്? ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരെ പണിയാണ് ആരെടുക്കണത്? പണ്ഡിതന്മാരെടുക്കുന്നത്. അവർക്ക് അറിയാം ഈ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെതിരെ വേറെ ഹദീസ് അവിടെ ഉണ്ടല്ലോ എന്ന് ഇവര് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വലിയ പണ്ഡിതനെ പറ്റി കേട്ടിരുന്നു. അവര് വലിയ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഏതൊരാൾ ചോദിച്ചത്ര
ഒരായത്ത് ഓതിയിട്ട് പറഞ്ഞു, ഈ ആയത്തിൽ അനുസരിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? അപ്പൊ ഇയാൾ ചോദിച്ചത്ര എനിക്ക് മോൻക്ക് ആ ആയത്തിന്റെ മുമ്പുള്ള ആയത്ത് ഏതാണെന്ന് അറിയാന്ന് വെച്ചു. ഇല്ലാന്ന്. അതിന് ശേഷമുള്ള ആയത്ത് വലിയ മഹാനോടെ പറഞ്ഞു, ശേഷമുള്ള ആയത്ത് അറിയാന്ന് വെച്ചു. അതും അറിയില്ല. മോന്റെ പണി എന്താ വെച്ചു, ഞാൻ കാറ് മെക്കാനിക്കാണ്. എന്നാ മുമ്പ് ഈ വണ്ടി നന്നാക്കിക്കോ, ഇതൊക്കെ നമ്മൾ നന്നാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അപ്പുറം ഷാഫി ഇമാമൊക്കെ എന്ത് ഖുർആനിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്തൊക്കെ അർത്ഥത്തിൽ അറിവ് ഭാഷയിൽ ഉപയോഗിക്കാന്നൊക്കെ കലക്കി കുടിച്ച മനുഷ്യന്മാര് പറഞ്ഞു മസാല മതി നമ്മക്ക്. അപ്പൊ അതിന് ഈ എന്തിനും ഹദീസ് ചോദിക്കാന്നുണ്ട്. ഹദീസായിട്ട് തന്നു നിൽക്കുക, നമുക്ക് എന്താ മനസ്സിലാവുക? ഒന്നും മനസ്സിലാവില്ല. അതേപോലെ ചിലപ്പോൾ എതിരാവണം ഹദീസ് അപ്പുറത്തുണ്ട്. അപ്പൊ ഇത് തെളിവിന് പറ്റില്ല എന്നൊക്കെ ഉള്ളത് അതിൽ ശരിക്കും ഗവേഷണം നടത്തിയ പണ്ഡിതന്മാര്. ഒരാൾ എലിയിൽ പരീക്ഷിച്ചിട്ട് പിന്നെ ക്യാൻസറിന് ഇത് മരുന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഉഷാറായി വാങ്ങി കുടിക്കൂലേ അല്ലേ? അയാൾ എങ്ങനെയൊക്കെ അത് പഠിച്ച് എവിടെ നിന്നൊക്കെ എടുത്ത് ചോദിക്കലുണ്ടാ? ലാസ്റ്റ് പറഞ്ഞ ഡോക്ടർ തരുന്നത് ഇത് അമേരിക്കയിൽ ഇങ്ങനെ ഗവേഷകർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വിസ്മയം ചൊല്ലി കുടിക്കും. അതിന്റെ അപ്പുറമുള്ളതും ചിന്തിക്കൂല. നമുക്ക് എന്താ ശംസുല്യമിൻ ചീർച്ചയിരുത്താൻ പറഞ്ഞ് കേട്ടവര് രക്ഷപ്പെട്ട് എല്ലാത്തവര് അവരവരെ ഇരിക്കൂട്ടെ. അതന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹമ്മദ് ബിൻ മുഖന്ദിർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ കരയായിരുന്നു. ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുബഹി നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞുതരാം. ഒരാളെന്ത് ചെയ്തു, ഒരു പശുവിനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പശുവിന്റെ പുറത്തുണ്ട് കയറിയിരുന്നത്. പെട്ടെന്ന് പശു കൊണ്ട് സംസാരിച്ചു, എന്ത് ഇന്നാലും നുഖ്ലഖ് ഹാദ, ഞങ്ങൾ ഇതിനു വേണ്ടി ഒന്നല്ല പറക്കപ്പെട്ടത്. വഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസി, ഞങ്ങൾ കൃഷിന്റെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ, അല്ലാതെ പുറത്ത് കയറാൻ വേറെ മൃഗങ്ങളാണ്, അതിനെ നോക്കിക്കോളി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് പറഞ്ഞപ്പോ ചില ആൾക്കാർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, അങ്ങനെ പശു സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അബൂബക്കറും ഉമറും ഒക്കെ വിശ്വസിച്ചിരിക്കണം. ഞാനും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ അവരൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ആ സദസ്സിൽ ഇല്ല. മനസ്സിലായ എന്താണ് പിൻപറ്റാന്ന് പറഞ്ഞാല് അപ്പുറം ചിന്തിക്കുക. മീറാജിന് പോയി എന്ന് പറഞ്ഞാൽ എപ്പൊ റോക്കറ്റൊക്കെ പോകണ്ടല്ലോ, അന്നല്ല തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള തന്നെ തെളിവ്. റോക്കറ്റ് പോകണ്ടല്ലോ, അപ്പൊ സംഭവിക്കാലോ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെ ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്നെ എങ്ങനെ വസ്ത്രധാരണം നടത്തരുത്, പെണ്ണുങ്ങൾ ഔറത്തിൽ നോക്കരുത്. എന്താ അപ്പൊ അങ്ങനാണ്ട് നോക്കിയാല് അത് നമുക്ക് ചില സാഹചര്യങ്ങൾ അങ്ങനെ ആവില്ല. ഒന്നും വേണ്ട, നോക്കാതിരിക്കാൻ പറ്റുമോ? അതിലൊന്നും അങ്ങനെ നോക്കാതെ തന്നെ ജീവിച്ചു മരിച്ചൂടെ, അതന്നെ ഖൈർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആത്മീയ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യാ നിർത്തണേന്, ആത്മീയ വെളിച്ചത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സിറാജ് എന്നല്ല പറഞ്ഞത്, വിളക്ക് എന്നല്ല പറഞ്ഞത്. വിളക്ക് ഇങ്ങനെ കത്തുണ്ട്, വിളക്കിന്റെ വെളിച്ചം വേണ്ടവർക്കൊക്കെ കിട്ടും. ആർക്ക് കിട്ടൂല? ഒരാള് വിളക്കിന്റെ മുന്നിൽ പോയിട്ട് കണ്ണടച്ചാണ്ട് നിന്നു, ഓനെ പറ്റിയ കണ്ണടച്ച് ഇരുത്താക്കാന്നറിയാം, വെളിച്ചം കിട്ടുമോ? അതിന്റെ അടുത്ത് തോന്നി വെളിച്ചം വേണ്ടാന്നല്ലേ, അല്ലേ? വെളിച്ചം വേണ്ടാന്നാണ്. മഹ്മൂദ് വസ്നവി, അവര് വലിയ സുൽത്താൻ മഹ്മൂദ് വസ്നവി ഭരണാധികാരി ആയിരുന്നല്ലേ, അവര് വലിയ മുഹിബുർ റസൂലും ആയിരുന്നു. അവര് നല്ല ഔലിയാക്കളെയും മഹാന്മാരെ കണ്ട എന്തെങ്കിലും ഉപദേശം ചോദിക്കും. അങ്ങനെ ഷെയ്ഖ് അബുൽ ഹസൻ ഖർഖാനി എന്ന് പറഞ്ഞ മഹാനോട് പറഞ്ഞു, അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയണെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, അബൂ യസീദ് ബിസ്താമിനെ പറ്റി എന്താ പറയാനുള്ള, ഒരാള് കണ്ട അപ്പൊ അയാളാണ് നന്നാവുന്നത്. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരില്ലേ, അത് കണ്ടാലാണ് നന്നാവും. മൊയ്തീൻ ഷെയ്ഖിന്റെ വീട്ടിൽ കള്ളം കയറിയപ്പോ കള്ളം നന്നായി. ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ കള്ളം കയറിയപ്പോ ഒരു മുസ്ലിമായ സംഭവമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല ഇജ്ജത്തും നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുക്കട്ടെ. അവരൊക്കെ വർക്കത്തോണ്ടാവും, നമ്മളൊക്കെ ഇങ്ങനെ അതാപൊന്നും വരാണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. ഇങ്ങനൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പട്ടിണി എടുക്കാതെ പോകണ്ടല്ലോ, അവർക്ക് അതുകൊണ്ട് കഴിയും. അപ്പോ മൂപ്പരെ കണ്ട അപ്പ നന്നാവും. അപ്പൊ സുൽത്താൻ മഹ്മൂദ് വസ്നവി ചോദിച്ചു, അതെങ്ങനെ ശരിയാവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അബൂജഹൽ മുസ്ലിം ആയിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? അപ്പൊ അബുൽ ഹസൻ ഖർഖാനി തങ്ങൾ പറഞ്ഞു, ഇന്നഹു മാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റബീഉൽ അവ്വലിന്റെ സന്ദേശമായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതാ. ഇന്നഹു മാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ കണ്ടത് ആരെന്നറിയോ?
മുഹമ്മദ് ബിൻ അബ്ദില്ല യതീം അബി താലിബ്, യതീം അബി താലിബ്. അബൂ താലിബ് വളർത്തിയിരുന്ന അനാഥ കുട്ടിയില്ലേ, 40 വർഷം മക്കയിൽ നടന്നിരുന്ന മുഹമ്മദ് എന്ന അറബി അങ്ങനെ പ്രസംഗിച്ച ഒരാൾ. അത് പറയുമ്പോൾ അർത്ഥത്തിലൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് പറയുന്നതിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ. യേശുദാസനെ പറ്റി അദ്ദേഹം എന്ന് പോലും പറയുന്നത് നല്ലതല്ല എന്നല്ല, അദ്ദേഹം എന്ന് പ്രയോഗിക്കരുത്. ശരി, നമുക്ക് തന്നെ ഒരു സുഖമില്ലല്ലോ. നമുക്ക് വേറെ ഭാഷ തോൽക്കണോണ്ടാണ് നമുക്ക് വേറെ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്തത്. അപ്പൊ റസൂലുള്ളാഹിനെ കാണുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ നന്നാവുമായിരുന്നു. പക്ഷെ അബൂജഹൽ കണ്ടത് ആരെന്നറിയാം? മുഹമ്മദ് ബിൻ അബ്ദില്ല, ഒരു സാംസ്കാരിക നേതാവ്, ഒരു യോദ്ധാവ്, പിന്നെ ഒരു സ്ത്രീ വിമോചകൻ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു വിപ്ലവകാരി. അങ്ങനെ കണ്ടവര് അങ്ങനെയാണ് പോകും. നമ്മൾ കാണേണ്ട എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് കണ്ട ഇതൊക്കെ കിട്ടും. എന്നാ ഇത് കണ്ടാല് അത് കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. ഇവിടുന്ന് അവിടേക്ക് എത്താൻ പറ്റണം. അങ്ങനെ പഠിച്ചിട്ട് ചിലവർ വരുന്നുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. തങ്ങളെ വിപ്ലവം നവോത്ഥാനമൊക്കെ പഠിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന നൂറാനിയത്തിൽ എത്തുന്നവരുണ്ട്. എന്നാൽ ഇതിലിങ്ങനെ കെട്ടിപൂട്ടിയിട്ട് ഞങ്ങൾ നബിദിനം ആഘോഷിച്ച് കണ്ടോന്ന് ചോദിച്ചു ഒരാളിനോട്. എന്താന്ന് വെച്ചാൽ ഒരു മാഗസിൻ ഉണ്ട്, അതിലെന്താ പ്രവാചകൻ എന്ന വിപ്ലവകാരി. ആ മാഗസിൻ ഇറക്കി. നിങ്ങൾ കുറെ മൗലൂദ് പോയിട്ട് എന്താ കിട്ടിയത്? നിങ്ങൾ കുറെ മാഗസിൻ ഇറക്കി എന്താ കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒന്ന് മാന്യമര്യാദ സലാത്ത് എല്ലാം പോലും മടിയുള്ള ആൾക്കാരാണ് വിപ്ലവം പറഞ്ഞത്. നമുക്ക് അവരോടൊക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. സ്നേഹത്തിൽ കയറുകൊണ്ട് സ്നേഹന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഈ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ താനെ ഇങ്ങോട്ട് ഇത് കയറിക്കോ. വാവ് തരട്ടെ. നമ്മൾ മൗലൂദ് ഓതിയുണ്ട് വൈകിയില്ല. നമ്മളെ ഇനി നമ്മളൊക്കെ പ്രതീക്ഷ എന്താ വെച്ചാല്, മഹാന്മാരൊക്കെ പ്രതീക്ഷ അർപ്പിച്ചൊരായത്തിൽ എന്താ, വലസോഫ യുത്തീക റബ്ബുക ഫതർദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടൂല എന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ ടെൻഷൻ തുടങ്ങിയിട്ടൊന്നുമില്ല നബിയെ. വലസോഫ യുത്തീക റബ്ബുക ഫതർദ. നിങ്ങൾക്ക് അല്ലാഹു തരാൻ പോകുന്നുണ്ട് ധാരാളമായിട്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ദുനിയ. ദുനിയാവിനേക്കാളും ആഖിറത്തിൽ കിട്ടും. അതെന്താണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാ യർലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യദ്ഖുല അഹദും മിൻ ഉമ്മത്തിഹി അന്നാർ. അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടാവില്ല. അപ്പൊ അവിടുന്ന് തൃപ്തിപ്പെടൂല. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ അള്ളാഹു കൂടുതൽപ്പെടുത്തിയത്. ഉമർ ഖാദിനെ ഓർത്തിട്ടില്ല ഈ റബീഉൽ അവ്വലിൽ കാര്യമായിട്ട്. ഞാന് അടുത്ത നാട്ടിലെ ഉമർ ഖാദിന്റെ റൗദ എന്ന് പറഞ്ഞു. ഉമർ ഖാദി റൗദിയുമില്ലാത്ത ബന്ധം. ഉമർ ഖാദിന്റെ മക്ബറിന്റെ അവിടെയാണ് റൗദിന്റെ ഫോട്ടോ അടിച്ചു. ഉമർ ഖാദിന്റെ മക്ബറ എന്നിട്ട് ദ്വാരമപ്പി ഈ സദസ് ഇങ്ങനെ ഓർത്തിരുന്നു. ഈ സദസ്സിൽ ഉമർ ഖാദിനെ ഒരിക്കലെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നു. റബീഉൽ അവ്വൽ കഴിയാണ്. അനീതി ഉമർ ഖാദിന്റെ ബെയ്ത്ത് കുറച്ച് പാടിയിട്ട് നമുക്ക് നിർത്താം. സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ദീ ഖുലുഖിൻ ബിനഫ്സില്ലാഹി കാന അദീമാ ഫളൻ ഗലീബൻ ലം യകും ബല്ലൈനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ صلوا عليه وسلموا تسليما حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما وعليك حبا يا رسول الله من عند ذي العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما അല്ലാഹു മർക്കാദിന്റെ ദർജ ഉയർത്തിക്കൊണ്ടു. ലോകത്തെ ആശികീങ്ങളായ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അള്ളാഹു സ്വർഗത്തിൽ അവരൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ ക്ലാസ്സുകളും നമ്മുടെ മൗലൂദുകളും നമ്മുടെ സദസ്സുകളൊക്കെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുണ്ടോ
അവരൊക്കെ അള്ളാഹു സ്വർഗത്തിൽ പുണ്യ നബിയോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഉൾപ്പെടെയുള്ള സഹാബത്തിന്റെ കൂടെ ലോകത്തെ എല്ലാ ആശിക്യങ്ങളുടെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആരെങ്കിലും ഇതിൽ നിന്ന് ഇതറിയാതെ ആരെങ്കിലും വിട്ടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു ഈ മഹബത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അള്ളാഹു ജീവിതത്തിൽ ധാരാളം സലാത്ത് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. അൽ ഫാത്തിഹ. ഉമ്മർക്കാന്റെ ഉമ്മ ഭാര്യ മൂത്തച്ചികളൊക്കെ ഉമ്രക്കുണ്ട്. അവർക്ക് മഖബൂലായ രീതിയിൽ മർദിയായ രീതിയിൽ സിയാറത്തും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ആഫിയത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം പരിശുദ്ധമായ മണ്ണിലൊക്കെ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ സുഹൃത്തിനെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിളിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. പ്രത്യേക ഒരു മുറാദുണ്ട്. നാളെ അതിൻ്റെ എന്തോ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അറിയും. അള്ളാഹു ഖൈറും റാഹത്തിലും സന്തോഷത്തിലാക്കി ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അത് കാരണമായി നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ മദ്ഹ് ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസ്സും തൗഫീഖും തരണേ അല്ലാഹ്. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ബർക്കത്തും ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതുമെല്ലാം നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ഖൽബ് ഇത് കാരണമായി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെയും ഞങ്ങൾക്കുമിടയിൽ ഒരടുപ്പം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുന്ന് പരിശുദ്ധമായ റൗദയിൽ നിന്ന് ഞങ്ങളെ കാണുന്നുവല്ലോ റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെയും ഞങ്ങൾക്കുമിടയിലുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങളുടെ കൽബിൽ നിന്ന് എടുത്തു കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തവണ ഇനിയും പരിശുദ്ധമായ റബീഉൽ അവ്വലുകളെ വരവേൽക്കാനും നല്ല രീതിയിൽ അത് ആഘോഷിക്കാനും നന്മകൾ പ്രചരിപ്പിക്കാനും അത് ചെയ്യാനും തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബുകളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാരിൽ പലരും ഖബറിലാണല്ലോ. അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരിൽ പലരും രോഗികളാണല്ലോ. സമസ്തയുടെ നേതാക്കൾ ഉസ്താദുമാരിൽ പലരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസം അനുഭവിക്കുന്ന ഈ ഉമ്മത്തിലെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ, അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമ നാഫിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത് കാരണമായി ഞങ്ങളുടെ ഖൽബുകളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഖൈറായ ജീവിതം രണ്ട് ലോകത്തും നൽകണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളായവരുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവരുടെ ഒക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട്. അല്ലാഹുവേ ആ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാം, നീ അത് പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ബന്ധം ഈമാനിന്റെ ബന്ധമാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുമിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഖൽബുകളെ ഈമാനിന്റെ പേരിൽ ബന്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഈ നാടിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ നാട്ടിൽ സമാധാനവും ഇസ്സത്തും തരണേ അല്ലാഹ്. ഈ നാടിന്റെ ഭരണാധികാരി മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ് അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. ഈ രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലും സമാധാനം തരണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം തീർത്തു കൊടുക്കണേ അല്ലാഹ്. ദീനിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ദീനിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ദീനിന്റെ പ്രവർത്തകർക്കും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അതിനെതിരെ ആരൊക്കെ പ്രവർത്തിച്ചാലും അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ മടക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാഹുവേ ഖൈറായ ജോലി ആ സഹോദരന് നീ നൽകണേ അല്ലാഹ്. ആരൊക്കെ ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവരുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജോലിയിലും റിസ്ഖിലും ആയുസ്സിലും ബർക്കത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്. അവരിലുള്ള രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നന്മകൾ നിന്നോട് ചോദിച്ചുവോ ആ നന്മകളൊക്കെയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എന്തൊക്കെ തിന്മയിൽ നിന്ന് കാവൽ ചോദിച്ചുവോ അതിൽ നിന്നൊക്കെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സിഹ്ർ ഹസദ് ഐന് തുടങ്ങിയ എല്ലാ ബലാ മുസീബത്തിൽ നിന്നും കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഉംറക്ക് പുറപ്പെടുന്ന സഹോദരിമാർക്ക് ഖൈറായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം ജീവിതത്തിൽ ആ വിശുദ്ധമായ മണ്ണിൽ പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. നന്മ പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. اللهم عليك توكلنا وإليك نبنا وإليك المصير. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم احشرنا تحت لواء حبيبك سيدنا محمد صلى الله عليه وسلم. اللهم ارزقنا شفاعة حبيبك سيدنا محمد صلى الله عليه وسلم. اللهم اجمع بيننا وبين من ماتوا منا مع حبيبك وصفيك سيدنا محمد صلى الله عليه وسلم. يا صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. سنيانا جميع الانبياء والرسل. سبحانك اللهم وبحمدك اشهد ان لا اله الا انت